ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു നല്ലൊരു വൻപയർ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കഞ്ഞിക്കും ചോറ്റിനുമൊക്കെ ഒരേ കണക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വൻപയർ തോരനാണ്. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. തോരൻ റെഡിയാക്കാനായിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള വൻപയർ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പയർ വേവുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് മിക്സിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ തോരൻ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഞാൻ ഒരു 15ഓളം ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും, ഒരു പച്ചമുളക് ചെറുതായിട്ടും അരിഞ്ഞതും, ഒരു ബൗൾ തേങ്ങയും, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/4 സ്പൂൺ നമ്മൾ സാദാ മുളക് പൊടിയും, 1/4 സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈ വെച്ച് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തിരുമ്മി എടുക്കണം കേട്ടോ. അപ്പോൾ ആ ഉള്ളിയുടെ നീരൊക്കെ ആ സവാളയിലെല്ലാം പിടിച്ച് കിട്ടുന്ന രീതിയിൽ കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഉപ്പിടുന്ന സമയത്ത് ശ്രദ്ധിച്ച് ഉപ്പിടാൻ മറക്കല്ലേ. നമ്മൾ പയർ പുഴുങ്ങിയ സമയത്ത് നമ്മൾ ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവിട്ട് പൊട്ടിക്കുന്നുണ്ട്. കടു പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഇല്ലേ, അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള വൻപയറില്ല, അത് ആ വെള്ളത്തോടുകൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പയറിലേക്ക് അരപ്പൊക്കെ പിടിക്കാനായിട്ട് നന്നായിട്ട് തട്ടി പൊത്തി വെച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ശരിക്കും ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ വൻപയർ തോരൻ. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് വെക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ചെറിയ ഉള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ സവാള ഇട്ട് വേവിച്ചെടുത്താലും മതിയാകും. വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് പയറിനകത്ത് അരപ്പൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ഇങ്ങനെ ചോറ്റിൻ്റെ കൂടെ ഒന്നല്ല, വെറുതെ ഇങ്ങനെ കോരി കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു തോരനാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാകാൻ മറക്കല്ലേ.